ദൈവത്തിൻ്റെ ഭവനമാക്കി മാറ്റണമേ, ദൈവത്തിൻ്റേതാക്കി മാറ്റണമേ. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരും ദൈവവചനം കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു അനുഗ്രഹത്തിൻ്റെ തണലിൽ നിങ്ങൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അത് അനുഗ്രഹമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് വചനം കേട്ടപ്പോൾ ഞങ്ങൾ കേട്ടു, എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം മോശയുടെ കയ്യിലിരുന്ന ഒരു സാധാരണ വടി, വലിയ പ്രത്യേകതയുള്ളൊരു വടിയുമല്ല, പക്ഷെ അത് ദൈവത്തിൻ്റെ വാക്കു കേട്ട് അത് നിലത്തിടാൻ, അത് സമർപ്പിക്കാൻ, ദൈവ മുമ്പിൽ അത് വയ്ക്കാൻ തയ്യാറായപ്പം പിന്നീട് അതിൻ്റെ ലേബൽ മാറി, അത് ദൈവത്തിൻ്റേതായി മാറി. ഈ വടി കൊണ്ടാണ് മോശ അത്ഭുതങ്ങളെ ചെയ്തത്. പ്രിയപ്പെട്ടവർ, ഇന്ന് വചനം കേൾക്കുന്ന നിങ്ങൾ, നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ബന്ധങ്ങൾ, വിദ്യാഭ്യാസം, ഭാവി, കുടുംബജീവിതം, ശുശ്രൂഷ ജീവിതം, സമർപ്പണ ജീവിതം എല്ലാം ദൈവത്തിൻ്റേതായി മാറട്ടെ. അത് അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും കാരണമാകട്ടെ. സാധാരണയിൽ നിന്ന് അസാധാരണത്വത്തിലേക്ക് മാറട്ടെ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണങ്ങൾ മാറിപ്പോകട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും നൽകണമേ. ശരീരത്തിൻ്റെ അകവും പുറവും സംരക്ഷിക്കണമേ. സമാധാനവും സ്വസ്ഥതയും തരണമേ. രോഗികൾ പ്രാർത്ഥിക്കുന്നുണ്ട്, സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായി തകർന്നവരുടെ അവർക്ക് അതിൽ നിന്നൊന്ന് പുറത്തു കിടന്ന് സ്വസ്ഥതയോടെ ജീവിക്കാനുള്ള വഴികളെ തുറക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരീക്ഷ കഴിഞ്ഞിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പുതിയ കോഴ്സ് എടുക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൽ ഐക്യമില്ലാതെ ഭാരപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബം സ്നേഹത്തിലാകാൻ പ്രാർത്ഥിക്കുന്നു, സമാധാനത്തിലാകാൻ പ്രാർത്ഥിക്കുന്നു. വീട് അനുഗ്രഹിക്കപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. വീടിൻ്റെ ഓരോ മുറികളും ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും